കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു അടിപൊളി മീൻ കറി ഉണ്ടാക്കിയെടുത്താലോ? വാ. അതിന് വേണ്ട സാധനങ്ങൾ: ഇത്തിരി പെരിഞ്ചീരകം, ഇത്തിരി ചുവന്ന മുളക്, വറ്റൽ മുളക് പൊടിച്ചത്, ഇത്തിരി ബട്ടർ, അതുപോലെ ഒരു 10 ചെറിയുള്ളി, പിന്നെ ഒരു 5-6 വെളുത്തുള്ളിയുടെ അല്ലി, ഒരു തക്കാളി, ഇത്ര ആവശ്യമുള്ളൂ. പിന്നെ ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക, അതിലേക്ക് ഇത്തിരി ബട്ടർ ആഡ് ചെയ്യുക. ശേഷം അതിലേക്ക് ഒരു തക്കാളി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഏകദേശം അതിൻ്റെ തോലൊന്ന് വിട്ട് വരുന്ന പരുവം ആവുന്നവരെ ഒന്നിങ്ങനെ വഴറ്റി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം വിട്ട് വരുന്നുണ്ട്. നമുക്ക് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. അതിലേക്ക് തന്നെ ഇത്തിരി കൂടെ നമ്മൾ ആദ്യം എടുത്ത് വെച്ചത് ബാക്കി ബട്ടറും കൂടെ ആഡ് ചെയ്യുക. അതിലേക്ക് ചുവന്ന മുളക് ചതച്ചത്, വലിയ ജീരകം, പെരിഞ്ചീരകം എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. ഞാൻ ഈ ഉലുവ, കടുക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. ശേഷം അതിലേക്ക് ചതച്ച് വെച്ച ചെറിയുള്ളി, അതുപോലെ വെളുത്തുള്ളി, ഈ രണ്ടും ചതച്ച് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്തിരി ഉപ്പ്, ഇത്രയും കാര്യങ്ങളിട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് പാകമാകുമ്പോഴേക്കും നമുക്ക് മാറ്റിവെച്ച തക്കാളി മിക്സിയിൽ വെള്ളം ചേർക്കാതെ ഒന്ന് അടിച്ചെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ ഇത്തിരി പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. കുറച്ചുകൂടെ ആ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഇത്തിരി പുളിവെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള അയലക്കുട്ടന്മാരെ നമ്മുടെ ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം നന്നായിട്ട് ആ മിക്സൊക്കെ അയലയുടെ മുകളിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്ന പോലെ വഴറ്റി നന്നായിട്ട് ചേർത്ത് മസാലയൊക്കെ തേച്ച് ഒരു 10 മിനിറ്റ്, ഏകദേശം ഒരു 5-10 മിനിറ്റോളം നമ്മൾ സ്ലോ കുക്കിൽ, ഈ സമയത്തൊന്നും തീ കൂട്ടി വെക്കരുത്, ഏറ്റവും കുറഞ്ഞ തീയിലേ വെക്കാൻ പാടുള്ളൂ. ശേഷം ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക, ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഏകദേശം ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇത്തിരി തിള വരുന്ന സമയത്ത് നമുക്ക് മൂടി വെക്കാം. മിനി കളറ് ഉള്ളതൊന്നും നോക്കണ്ട, എല്ലാം വറ്റി വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്, അടിപൊളിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കൊന്ന് കുറച്ച് നേരം ഇവരൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഓക്കെ, മൂടി വയ്ക്കാം. മൂടി തുറന്നപ്പോൾ ചെറുതായിട്ടൊന്ന് ആവി കയറി കൈ ചെറുതായിട്ടൊന്ന് പൊള്ളി. കൈസ്, നിങ്ങളെപ്പോഴും തീ കൊണ്ട് പൊള്ളുന്നതിനേക്കാളും ആഴത്തിലാണ് ആവി കൊണ്ടാലുള്ള മുറിവ്. ശ്രദ്ധിച്ചിട്ട് തട്ടൊക്കെ തുറക്കുമ്പോൾ ശ്രദ്ധിച്ച് തുറക്കുക. ഓക്കെ, ഏകദേശം കുറച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ എല്ലാ മീനും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കും. ഇത്രയേ ഉള്ളൂ. ഒന്ന് വറ്റിച്ചെടുക്കാം. ശേഷം ചോറിന് കൂടെ കഴിക്കാം. ഞാൻ ഡയറ്റ് ആയതുകൊണ്ടാണ് ഇത്ര കുറഞ്ഞ ചോറും മീനും മുട്ടയും വെജൊക്കെ എടുത്തത്. പേടിക്കേണ്ട, അത് ഒരാഴ്ച ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.